ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഡേമേ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡേമേ ലൈഫിൽ ഇതേ ഒരാൾ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ രാവിലത്തെ എല്ലാവരും പോലെ വിളക്കത്തിക്കുക, അതെന്താ പറയുക, ഇവന് 7:05 ഇനിയിപ്പം ഇവനെ സ്കൂളിൽ വാൻ ഇപ്പോൾ വരും, വാനിൽ കൊണ്ടാക്കി വിടണം. അപ്പോഴത്തേനും ഇവനെ കഴിക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, ഹലോ എന്നാ ഇത് വണ്ടി വരും കണ്ടോ. വേറെ ഇടൂലേ ഇത്. ഈ മുതലിനെ രാവിലെ നമ്മൾ സ്കൂളിലാക്കലേ. ഇന്ന് നല്ല മൂടാണ് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ബോറാണ്. ഡേമേ ലൈഫ് പോയിട്ട് അതിനെ ശരിക്കും നമുക്ക് കാണിക്കാൻ പോലും പറ്റില്ല. ഇത് ഇവരുടെ സ്കൂളിൽ തന്നെ ന്യൂ മില്ലേനിയത്തിൻ്റെ കാണിച്ചെടുക്കുന്നേ. ന്യൂ മില്ലേനിയത്തിൻ്റെ എന്താണ് മറ്റേ കോട്ടാണ്. അപ്പോൾ ഇത് തണുക്കില്ല. ഈ കാലത്ത് ഭയങ്കര കാറ്റും തണുപ്പൊക്കെയാണ്. ഇന്ന് പാല് കുടിക്കും. ടി വി കാണുകയാണ് കണ്ടോ രാവിലെ. അലക്സ സ്റ്റോപ്പ്. അപ്പം 5 മണിക്ക് എണീറ്റിട്ട് 7:10 ഇത്രയും ആക്കിയില്ലെങ്കിൽ വണ്ടി വരുമ്പോൾ ഭയങ്കര പാടായിരിക്കും. ഇവനെ താഴെ ഓട്ടോയിൽ വിട്ടിട്ട് വാനിൽ വിട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അടുത്ത ആളെ കുത്തിപ്പൊക്കണമെങ്കിൽ അവനും 8:30 അവിടെ എത്തണം. അത് പിന്നെ ഞാൻ വണ്ടിയിൽ കൊണ്ടാക്കി കൊടുക്കും. അടുത്ത പ്രാവശ്യം സമയമൊക്കെ ഒരേപോലെ. ഇവയ്ക്ക് ഇപ്പം അവന് UKG ആയതുകൊണ്ട് സമയത്തിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെ ടൈമിലൊക്കെ രാവിലെ എടുക്കുമ്പോൾ കുളിക്കുക, എന്താ പറയുക, ഒരു ക്രീം മുഖത്തിടുക. അപ്പോഴത്തേനും സമയം പെട്ടെന്ന് രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ച് വരുമ്പോഴും 5:15, വിളക്കെത്തിച്ച് 5:30 ഒക്കെ കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും പെട്ടെന്ന് സമയം പോകും. പിന്നെ ഇവനെ എണീപ്പിക്കണമെങ്കിൽ ഒരു 1/2-3 മണിക്കൂറത്തെ നല്ല പാടാണ്. അത് നല്ല മൂടല്ലെങ്കിൽ തീർന്നു. ഞാൻ താഴെ പോയിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. താഴെ വന്നിട്ട് കണ്ണൊക്കെ നോക്കി താഴെ വന്നിട്ട് ഒരാളവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ഒരാളെ വിട്ട് അടുത്ത ആളെ റെഡിയാക്കി നമുക്കപ്പോൾ ആൾ പറയും. അവന് ബ്രെഡ് ഓംലെറ്റ് വേണ്ട, റവ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വേണ്ട, ഒന്നും വേണ്ട, പാല് മാത്രം മതി എന്ന് പറയുന്നത്. അപ്പോൾ പാല് മാത്രം. പിന്നെ 12:30 ആകുമ്പോൾ കഴിയുമല്ലോ. അപ്പം അതിനുള്ള ബ്രെഡ് ഓംലെറ്റും പിന്നെ എന്താ പറയുക, റവ ഇഡ്ഡലിയൊക്കെ ഞാൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അത് കാണിച്ചില്ല കേട്ടോ. പക്ഷേ അത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ടീച്ചർമാരെ മുമ്പിലാകുമ്പോൾ കുറച്ചുകൂടി കഴിക്കും. പിന്നെ ഈ ഒരു സാധനം കാണാൻ വേണ്ടി കിക്കി മൈക്കി കിക്കി അങ്ങനെ എന്തൊരു സാധനമാണ്. അത് കാണാൻ അതാണ്. കുടിക്കുണ്ടേ അങ്ങനെ. അപ്പോൾ
ഇവൻ ഞങ്ങൾ പോണ റോഡുണ്ടല്ലോ ഭയങ്കര മോശാട്ടാ, ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞു പറഞ്ഞാൽ ഭയങ്കര ഇതിൻ്റെ ഇടയിൽ ഒരു ബിൽഡിങ്. ഒരു മിനിറ്റ് ഞാൻ സൗണ്ട് ഒന്ന് പറഞ്ഞിട്ടെ. ഞാൻ പോണ റോഡിൽ ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ് എന്താ പറയുക. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ വലിയ ബിൽഡിങ് വരുന്നുണ്ട്. വലിയ ബിൽഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ആനയുടെ ഒരു ആനയല്ല, 2 ആന നിന്ന താഴ്ചയുള്ള അടിയിലേക്ക് ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ടുണ്ടാകും. അത്രയും വലിയ കൂടിയാണ് അവരെടുത്തിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഊഹിച്ചൂടെ എന്തുമാത്രം മണ്ണും പൊടിയും ആ റോട്ടിലുണ്ടാവുമെന്ന്. എന്നിട്ട് എനിക്ക് തോന്നുന്നു അത് വലിയ 25-30 നിലയുള്ള ബിൽഡിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ട്രാഫിക്കൊന്നുമില്ല, പക്ഷെ പൊടി കാരണം കൊണ്ട് എന്താ പറയുക, പൊടിയും റോഡും പൊട്ടിപ്പൊളിഞ്ഞാനും കൊണ്ട് പതുക്കെ ഓടിക്കണം, അല്ലെങ്കിൽ മൊതകുത്തി താഴെ എടുക്കും. അത്ര പൊട്ടിപ്പൊളിഞ്ഞിട്ട്. പിന്നെ ഞാൻ ഒരു സ്കൂളിൻ്റെ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ ഉള്ളത് കാണിച്ചു തരാം. പക്ഷേ സ്കൂളിലേക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് ആണെന്ന് എനിക്കറിയില്ല. കാരണം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാകുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പം അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടല്ല, നിയമങ്ങളുണ്ടായിരിക്കും. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ പാരൻസ് ഷോർട്ട്സ് ഇട്ടിട്ട് പാരൻസ് ഉള്ളിൽ വരാൻ പാടില്ല. അതായത് മാന്യമായ ഡ്രസ്സ്, അങ്ങനെ ഒരു നിലപാടുണ്ട്. പിന്നെ ആനയും വലിയ സ്കൂള് അത് ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ അത് മലയാളികളുടെയാണ് കേട്ടോ. അതിൻ്റെ മാനേജ്മെൻറ്റ് മലയാളിയാണ്. മുരളിന്നോ മോഹനോ അങ്ങനെ എന്തോ വരണൊരു പേരാണ്. അപ്പം മലയാളികളുടെയാണ്. അപ്പോൾ ഓണത്തിന് ഞാൻ അറിഞ്ഞത് ഓണത്തിന് ഒരു ദിവസത്തേക്ക് ലീവ് ഉണ്ടെന്നാണ്. അത് മലയാളികളുടെ ആയതുകൊണ്ട് മലയാളം പഠിപ്പിക്കുന്നുണ്ട്. മലയാളം പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട് തിങ്കൾ ടു ചൊവ്വ അത്ര. അപ്പം എൻ്റെ മോൻ നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. എന്നാ കുറച്ചും കൂടി ഉണ്ട് നമ്മുടെ കുട്ടിയല്ലേ. ഇന്ന് എൻ്റെ മോന് എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന അറിയോ? എന്താ വാങ്ങിച്ചെടുക്കുക? ലോലിപ്പോപ്പ്, കീ ചെയിൻ വാങ്ങിച്ചെടുക്കും. ഇവിടെ ടോയ്സ്, ഇവിടെ എൻ്റെ വീട്ടിൽ ടോയ്സ് ഇല്ലാണ്ട് ഇവിടെ ടോയ്സിൻ്റെ ബഹളം. ഞാൻ ശരിക്കും ടോയ്സിൻ്റെ കുട്ടികളുടെ ടോയ്സിൻ്റെ ഒരു വീഡിയോ എടുത്താൽ സത്യം പറഞ്ഞാൽ അതിന് മാത്രമുണ്ട് ഇവർ എത്ര പൊട്ടിച്ച് കളഞ്ഞു, എത്രയൊക്കെ കബോർഡുകളിലുണ്ടോ എന്നുള്ളത് പോലും. പിന്നെ ഞാൻ കുറേയൊക്കെ കുഞ്ഞു ടോയ്സൊക്കെ ഈ അപ്പുറത്തെ കളിക്കാൻ ഷെഡിലുള്ള ഈ നോർത്ത് ഇന്ത്യൻസ് കുട്ടികളുണ്ട് കേട്ടോ, അവർക്ക് എടുത്തു കൊടുത്തു. കുറേ ഇവർ തല്ലി പൊട്ടിച്ചിട്ടും ഇവർക്കിപ്പോൾ വിലയില്ലല്ലോ, കാശിന് അച്ഛനിങ്ങനെ മേടിച്ചിട്ട് കൊടുക്കുകയല്ലേ. അപ്പം ഞാനൊക്കെ ചില നേരത്ത് ഇവർ ഓരോ ബൈക്ക്, അതായത് നല്ല ഭംഗിയുള്ള ബൈക്ക്, ഞാൻ ബുള്ളറ്റ് ഞാൻ കാണിച്ചു തരട്ടെ. അവിടെ ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്, കാരണം അവിടെ ഇരിക്കുന്നുണ്ട്. ആ ബുള്ളറ്റൊക്കെ 2 കഷ്ണമാക്കിയിട്ട് ഇപ്പം ഞാനതൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാണ്. അത് ഒരു ബുള്ളറ്റൊന്നുമല്ല, ഒന്ന് പൊട്ടുമ്പോൾ അടുത്തത്. എന്നിട്ടും ഈ ആമസോണും ഫ്ലിപ്കാർട്ടും എന്താ പറയുക മീഷോയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇവന്മാർക്ക് നല്ല കുശാലം. നമ്മളെന്തെങ്കിലും സാധനം പറയുമ്പോൾ മാത്രമേ കുരുക്കുള്ളൂ. ഇവർക്ക് ഇങ്ങനെ എന്താ പറയുക തല്ലി പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ഹോളിഡേയ്സ് ഉണ്ട്, മലയാളി സൂപ്പർ മാർക്കറ്റ്, അതിനുള്ളിൽ കയറാൻ എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞപ്പോൾ. എന്താണ് ഇവർ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം ടോയ്സിൻ്റെ ഒരു ഇതാണ്. ആ ടോയ്സിൻ്റെ അപ്പം ഞാൻ ഇത്രയും പതുക്കെ സംസാരിക്കുന്നത് വെച്ചാൽ അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവളി രാവിലെ എന്തുകൊണ്ട് എനിക്ക് കൂടെ ആരോടെയും വർത്തമാനം പറഞ്ഞു നടക്കുന്നത് വെച്ചു, അതുകൊണ്ട് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. അപ്പം ഞാനിവനെ കൊണ്ടാക്കിയിട്ട് സ്കൂളിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ.